ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ആൽഫബറ്റ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് A to Z അല്ല, നൈം ആൽഫബറ്റ്. അതെ, അപ്പോൾ നമ്മൾ അന്ന് നമ്മൾ എൻ്റെ PRAVEEN പ്രവീൺ, അന്ന് അമ്പം ഉണ്ടായിരുന്നു. നമ്മളന്ന് എല്ലാവരുടെയും അന്ന് ഏതാണ്ട് എത്ര ലെറ്റർ ഉണ്ടായിരുന്നു, ഈ കുറേ ലെറ്റർ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോയുടെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, അത് കാണാത്തവർക്ക്. സോ അന്ന് നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ ഒരു ഫുഡ്, ആ ആൽഫബറ്റുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നവരുന്നു നമ്മുടെ ചലഞ്ച്. ഇന്ന് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്ന സുഹൃത്തുക്കളെ പ്രവീണിന്റെ Pയും മൃദുലയുടെ Mഉം. അപ്പം ഇതായിരിക്കും, ഈ ലെറ്റർ വെച്ചിട്ടായിരിക്കും 24 മണിക്കൂർ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന. അതെ അതെ, ഫസ്റ്റ് ലെറ്റർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. ബൈ ദ ബൈ, P വെച്ച് കുറെ ഫുഡ് ഉണ്ടല്ലേ? P വെച്ച് നമ്മൾ പറയുന്നത് ഫുഡ് ഐറ്റംസ് ആയിട്ട്, അതായത് ഇപ്പം P വെച്ച് പൊമഗ്രനേറ്റ്, അത് ഒരു ഫ്രൂട്ട് അങ്ങനെ ഉണ്ട്. ആ ഒരു ഫുഡാണ്, ഫുഡ് മെയിൻ ഫുഡ് ഐറ്റം വേണം. ആ അങ്ങനെ A4 ആപ്പിൾ കഴിക്കാൻ എളുപ്പമില്ലേ? ശരി, അപ്പം ഫുഡ് വേണം. ഫുഡാണല്ലോ മെയിൻ. ഇപ്പൊ മാംഗോ കഴിക്കണ്ട, പക്ഷെ മാംഗോ ഷേക്ക് നമുക്ക് കുടിക്കാം. അങ്ങനെ പിന്നെ എടുക്കുന്ന ഫുഡ് ഫുള്ള് കഴിക്കുകയും വേണം, അന്നത്തെ പോലെ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. P വെച്ച് കുറെ ഫുഡ് ഉണ്ടെന്നാണ് ഒരു അറിവ്. P വെച്ച് എന്റെ മനസ്സിൽ കുറച്ചുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു തരത്തില്ല. എന്റെ മനസ്സിൽ കുറച്ചുണ്ട്. അപ്പൊ നമുക്ക് പിസയില്ല. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് കഴിക്കുന്നില്ല കേട്ടോ. അല്ല, എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് പിസ പോയി. ദൂരെ പോട്, കണ്ടുകൂടെ എനിക്ക് പിസ. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ, അതായിരിക്കും നമ്മുടെ അങ്ങോട്ട് ഒരു കോമ്പിനേഷൻ. അപ്പം നല്ല ഉറക്കമാണ്, അമ്പ് ഉണരുമ്പോ അവനെ ഉൾപ്പെടുത്താം. ഇതാരും ഉമ്മ വെച്ചടി നിന്നെ. ഇവിടെ ഒരു ലിപ്സ്റ്റിക്കിന്റെ പാട്. എവിടെ ഇവിടെ ഇവിടെ ഞാൻ തെറ്റിദ്ധരിച്ചു, അതെന്റെ കൈന്നെ കൊണ്ടായിരിക്കും, അല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ എന്തായാലും പോവാം, ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പൊ ഗായ്സ്, അപ്പൊ ഫസ്റ്റ് നമ്മൾ M വെച്ചിട്ട് മൃദുല എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഞാൻ പറഞ്ഞുതരാം. മട്ടന്റെ ഞാൻ പറഞ്ഞിരുന്നില്ല, മട്ടൻ ക്യാൻസലേ. അവിടെ നിനക്ക് തെറ്റി. ഞാൻ മസാല ദോശ. ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ കൊള്ളാം, സൂപ്പർ ആയിട്ടോ. ഞാൻ വെറൈറ്റി ആയിട്ട് നല്ല പറയുമ്പോഴായിട്ട് ഷോക്ക് ആവും. മസാല ദോശ ഓക്കെ. ഇനി P വെച്ച് എന്തുവാ? P വെച്ച് ടൈമുണ്ട്, ഒരു 10 പോട്ടെ, ഒരു മിനിറ്റ് തരാം ആലോചിക്കാൻ. P വെച്ച് P വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പറയണം. ഇഷ്ടമല്ലാത്തോ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പാസ്തയിൽ ഓർപ്പിച്ചോ? മണ്ട പുട്ട്. എന്നാ പുട്ട് എനിക്ക് പുട്ട് നമ്മൾ മലയാളികളല്ലേ, പുട്ട് മുതൽ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു തരണ്ട, ഞാൻ പറഞ്ഞ ഫുഡ് നീ കഴിക്കത്തില്ലേ, നീ പാസ്ത മസാല ദോശ മാത്രം. പുട്ടിന്റെ കൂടെ കോംബോ കറിയാവേ, ഒന്നിച്ച് ഓർഡർ ചെയ്താൽ പുട്ട് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെന്തുവാ? അപ്പൊ മസാല ദോശ ഞാൻ പച്ചക്കാണോ തരുന്നത്, കൂടെ സാമ്പാർ ചമ്മന്തി കാണും. മെയിൻ ഐറ്റം ആണ് നമ്മുടെ ഫോക്കസ്. പുട്ട്. പുട്ട് ഒരുപാടുണ്ടല്ലോ. പുട്ടിന്റെ ടൈം കഴിഞ്ഞു? ഇല്ല, ഉണ്ട്. ഈ പുട്ടൊക്കെ എന്ത് കാണാൻ സൂപ്പർ, വാഴയിലൊക്കെ പൊതിഞ്ഞ്. 45 രൂപയുള്ളൂ പുട്ടിന്. 45 രൂപ? പുട്ടിനൂടെ കറി എന്തെങ്കിലും വേണമല്ലോ. അത് അതിന്റെ കൂടെ ഫ്രീക്ക് തരുന്ന കറി കഴിച്ചാൽ. അയ്യോ, സ്വിഗ്ഗി എന്റെ അമ്മായില്ലേ എനിക്ക് ഫ്രീക്ക് കറി അറിയാം. ഫ്രീക്ക് ഒന്നും തരുന്നില്ല. അയ്യോ, 50 രൂപയ്ക്ക് മിനിമം ഓർഡർ ചെയ്യണമെന്ന് പോടാ. 40 രൂപയ്ക്കൊന്നും കൊണ്ടുതരാൻ മനസ്സിലൊന്നും. വേണേലേ എന്റെ മസാല ദോശയുടെ സാമ്പാറോ ചട്നിയോ ഞാൻ തരാം. അല്ല, ഇവര് പറയുക പറ്റത്തില്ലെന്ന്. അപ്പൊ 2 പുട്ട് ഓർഡർ ചെയ്യട്ടെ? 2 പുട്ട് തിന്നില്ല. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ എടുത്തോ, പക്ഷെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ നമ്മള് P വെച്ച് കഴിക്കാവൂലേ? ഏട്ടാ കറി ഇട്. പുട്ട് മാത്രല്ല, കറിയും കൂടെ വാങ്ങിയില്ല. അപ്പൊ സെറ്റ് ആവും. കറി ഇല്ലേ എന്റെ കൂടെ? മുട്ടക്കറി വാങ്ങിയിട്ട്. ഓക്കെ ഗൈസ്, പുട്ട്. പിന്നെ ഒരു 45 രൂപയ്ക്ക് കൊണ്ട് തരത്തില്ലാത്തത് കൊണ്ട് 45 രൂപയുടെ കടലക്കറി കൂടി പറഞ്ഞു. കാരണം ഒരു 40 രൂപയ്ക്കൊന്നും ഡെലിവറി ചെയ്യൂല. അപ്പൊ രണ്ടും കൂടി 157 രൂപ. കടയിൽ പോയി കഴിക്കണമെങ്കിൽ 60 രൂപയുടെ കേസേ ഉള്ളൂ. സത്യം, ഡെലിവറി ചാർജ് കൊടുക്കണം. ഓർഡർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് എന്റെ ഫുഡ് P4 ഫുഡ്. പക്ഷെ P വെച്ച് കുറെ ഫുഡ് ഉണ്ട് കേട്ടോ, കുറെ ഫുഡ് ഉണ്ട്. പറാത്ത പൊറോട്ട എന്നല്ല, അത് നീ പറയണ പൊറോട്ട. നമ്മളൊക്കെ പറാത്ത എന്നാണ് പറയണ. പറാത്ത. നിങ്ങൾക്ക് ആരുടെ കടയിൽ ചെന്നിട്ട് അണ്ണാ 2 പത്തിരി എന്ന് പറയുന്ന ആളാ ഇപ്പൊ പറാത്ത. പത്തിരി വേറെ, പത്തിരി എന്ന് പറഞ്ഞ നൈസ് പത്തിരി, അത് വേറെ. പക്ഷെ നമ്മളൊക്കെ പണ്ട് ടീ പാർട്ടിക്ക് പോകുമ്പോ പത്തിരി എന്നാ പറയുന്നത്. പത്തിരിയും ചിക്കൻ കറിയും. നിനക്ക് പത്തിരിയും കഴിക്കാം. എടാ, നിനക്ക് എന്തുമാത്രം ഓപ്ഷൻ ആയിട്ടാ. ഞാൻ നിന്റെ ആലോചിക്കുന്നേ, ഞാൻ എന്റെ ആലോചിക്കേ.
എന്തായാലും ഫുഡ് വരെ എത്ര ലേറ്റ് ആവും. ഞാൻ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയണം. 10 സെക്കൻഡ് തരൂ. പി വെച്ചൊരു കളർ. ഇതൊക്കെ എന്ത്? പി വെച്ചൊരു സ്ഥലപ്പേര്. പാലാരിവട്ടം. ഓക്കെ. പി വെച്ചൊരാളുടെ പേര്. പിറവിയും പറയല്ലേ. 1 2 പവിത്ര. പി വെച്ചൊരു സാധനത്തിന്റെ പേര്. 1 2 പലഹാരം. 4 5 6. ഫലൂഡ. അത് ഫലൂഡ. എഫ. 1 2 3 പിസ്ത. ഔട്ടാവണ്ടേ ആയിരുന്നു. പുട്ടും കടലക്കറി ഇല്ലേ? പുട്ടിനോട് വേറെ എന്തെങ്കിലും കറി ഉണ്ടോ? പുട്ടേ തീർന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പീ വെച്ച് വേറെ എന്തെങ്കിലും ഫുഡ്, വേറെ എന്തെങ്കിലും ഈ പീ വെച്ച് തുടങ്ങുന്ന എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? പത്തിരി. പത്തിരി ഒന്നുമില്ലല്ലേ? ശരി. ഇന്നേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അടുത്ത ഐറ്റം ഉണ്ടല്ലോ. പുട്ട് വേറെ കട കിട്ടത്തില്ലേ? ആ ഒരു കടയിലല്ലോ. ശരിയാണ്, കേരളത്തിൽ അവരെ കട മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഒരു കട മാത്രമേ ഉള്ളൂ. പുട്ടുള്ള കണ്ടുപിടിക്കുന്ന പുട്ടിനെ പോയി കഴിക്കുന്ന പുട്ട്. പക്ഷെ നമ്മള് ഗെയിം കളിച്ചോണ്ടിരുന്ന എല്ലാവരും മൂടും പോയി. പുട്ട് പോന്നെങ്കിൽ പോവട്ടെ, വേറെ ഫുഡ് ഉണ്ടല്ലോ. പത്തിരി. പൂരി. എടേ, അത് എന്റെ ഫേവറേറ്റ് ഫുഡായിരുന്നു. പൂരി 3 പൂരി കോംബോ സെറ്റ്. അതെങ്ങനെ ഇപ്പൊ അത് നോക്കിയപ്പോ കിട്ടിയതല്ലേ? അല്ലാതെ ആലോചിച്ച് കിട്ടിയ ഞാൻ ഇരുന്ന് ആലോചിച്ചു. എനിക്ക് പുട്ട് പോകാൻ വിഷമമായി പോയി. അതുണ്ടല്ലോ അല്ലേ? നീ ചോദിച്ച എല്ലാത്തിനും ഞാൻ ആൻസർ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ. അല്ല, തീർന്നില്ല. ആനിമൽ. പീകോക്ക്. അത് ബേർഡ് അല്ലേ? അത് ആനിമൽ. ആനിമൽ പറ. 1 പട്ടി. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. പട്ടി. പട്ടി ആനിമൽ അല്ലേ? ഇംഗ്ലീഷ് പറ. 1 2 3. എന്തൊരു ചളിയാടോ. എത്ര പേരുണ്ട്? 10 പേരുണ്ടോ? 4 5. പുഴു. പുഴു. അതിന്റെ ഇംഗ്ലീഷ് പറ. അതൊക്കെ മലയാളം അല്ലേ? പേപ്പട്ടി. പ്ലീസ്. 9. പീ വെച്ച് ഒരു അനിമലും കിട്ടുന്നില്ല ഗായ്സ്. പറ. 9 4. പിക്കാച്ചു എടുക്കൂ. പിഗ്. പന്നി. 5 സെക്കൻഡ് ഉള്ളേ. നിനക്കങ്ങനെ പറ്റത്തില്ല. എം വെച്ച സ്ഥലപ്പേര്. മംഗലാപുരം. ഓക്കെ. എം വെച്ച് പേര്. നിന്റെ പേരല്ലാതെ. മുരുകൻ. എം വെച്ചൊരു തിങ്സ്. മാല. പോരട്ടെ അങ്ങോട്ട്. എനിക്ക് ഇത്രയും പറഞ്ഞോളാം. കളർ ചോദിച്ചില്ല. എം വെച്ചൊരു കളറ്. മെറൂൺ. ചെലപ്പോ തോന്നും നീ വലിയൊരാളാണ്. എം വെച്ച അനിമല്. മാൻ. മാനോ? അയ്യോ, എന്റെ മനസ്സിൽ. എം വെച്ചൊരു പാട്ട്. മാട്ടുപ്പെട്ടി കോയിലിലെ മാമ മനസ്സ് വെച്ച ഇഷ്ടം പോലെ പാട്ടുണ്ട്. മാമ്പഴം മാമ്പഴം ഇഷ്ടം പോലെ പാട്ട്. അപ്പൊ ഫുഡ് കറക്റ്റ് കഴിച്ചു. ചടപട വരുവോ? ചടപട. താങ്ക് യു ചേട്ടാ. പേയ്മെന്റ് ഉണ്ട്. പൈസ ഇപ്പൊ കാശിപ്പ പോയത് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. ചേട്ടാ റിച്ച. ഇങ്ങനെ എത്ര ഇടത്ത് മറന്നു പോയിട്ടുണ്ട് ഫുഡ് കൊടുത്തിട്ട്. ഡെലിവറി മാർക്ക് അറിയാൻ പറ്റും. ഇത് പൂരിയാണോ അതാണോ പൂരി? ഓക്കെ മസാല ദോശ ഗൈസ്. അപ്പം എൻ്റെ പൂരി ആൻഡ് മുദ്രയുടെ മസാല ദോശ. ഒരു മസാല ദോശ. പിന്നെ അതേ കണക്ക് ഹോട്ടലിൽ നിന്ന് തരുമ്പോൾ അല്ലെങ്കിൽ അത് അവിടെ പോയി കഴിക്കണം. എന്നാലേ മസാല ദോശ നമ്മൾ അവിടെ പോയി കഴിച്ചാലേ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പൂരി ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. മൃദുലൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. നമുക്ക് ഫോയിൽ പേപ്പറാ. എടി ഇവന്മാർ ഈ പാക്കിംഗ് ഒന്നും കെട്ടിയിട്ട് പോലും ഇല്ല. നമുക്ക് ചുമ്മാ കാര്യമായി പൊട്ടിക്കണ്ടല്ലോ. ഇതിനെന്തോ പേര് പറയുന്നില്ല? കിഴങ്ങറിയല്ലോ. പൂരി മസാല. പൂരി മസാല. വേണ്ട, താല്പര്യമില്ല.
അവനവന് പറഞ്ഞത് അവനവൻ തിന്നാൽ സൂപ്പർ ഗൈസ്. നല്ല സാമ്പാർ. സാമ്പാർ കൊതിയനായി ഇരിക്കുന്നത്. കൊള്ളാം. പൂരിയും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പൊരിഞ്ഞ പോരാ. നീ എന്നെ കൊതിപ്പിക്കണം, സാമ്പാർ അടിപൊളി ഏട്ടാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്ന് തൊട്ട് നക്കിക്കും. പൂരി കൊള്ളാം. ആദ്യം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ കഴിച്ചൊരു വലിയ കുഴപ്പമില്ല. പൂരി ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല അത്ര പൂരി. പുട്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ്. പുട്ട് കിട്ടിയില്ല. പുട്ടിൽ അണ്ണം വിളിച്ച് പറഞ്ഞാൽ പുട്ടില്ലെന്ന്. വിഷമമായി, ഇപ്പൊ ഫീലായി. 12 മണിക്ക് പുട്ട് വെച്ച അണ്ണം പുട്ട് ഉണ്ടാക്കണം. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. സുഹൃത്തുക്കളെ, നമ്മളെ പൂരി ഇതേ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മസാല ദോശ ഇതേ ഇവിടെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇനി ലഞ്ച് എന്താണെന്ന് അപ്പം കാണാം. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പോത്തിന്റെ ചാണകം. അയ്യോ പീ എനിക്കില്ലേ, അന്നാ നിനക്ക് മാടിന്റെ ചാണകവും. അയ്യോ എമ്പച്ചൊരു അടിപൊളി ഫുഡുണ്ട്. ഞാൻ പറയൂല, മട്ടൻ ബിരിയാണി. പക്ഷെ ഞാൻ പറഞ്ഞാൽ തിന്നാൻ പാടല്ലേ. ഞാൻ പറയുവേ, ഇല്ല പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ഫുഡ് നിനക്ക് തിന്നാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ പറയുന്ന ഫുഡ് മൃദുലേക്ക് തിന്നാൻ പറ്റത്തില്ല. മന്തി തിന്നാൻ പറ്റൂല, പക്ഷെ തിന്നാൻ പറ്റൂല. പിന്നെ പറ്റത്തില്ല. മൃദുലയുടെ ഫേവറേറ്റ് ആ ചന്തി. ഇല്ല മന്തി ഒന്നും ഇനി പറ്റത്തില്ല. ഞാൻ പറഞ്ഞ തിന്നാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പുട്ടായിട്ട് ഓർഡർ ചെയ്തല്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു കരാറാക്കിയായിരുന്നല്ലോ. ഇനി ഇല്ലല്ല, കരാറോ പറ്റത്തില്ല. ഇല്ല, എനിക്ക് മന്തി വേണം. എനിക്ക് മന്തി വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മന്തി. ചിന്തിച്ചതേ ഇല്ല. നമ്മളെ ഫേവറേറ്റ് സാധനങ്ങൾ നമ്മൾ ചിന്തിച്ചില്ലേ. അപ്പൊ ഇനി നമുക്ക് ഉച്ചയ്ക്ക് കാണാം ഗൈസ്. ഉച്ചയ്ക്ക് 1:45. എന്തുവാടി കൊച്ചിന്റെ ഷർട്ട്? ഗുസ്തിയായിരുന്നു, ഗുസ്തി. അങ്ങനെ നമ്മൾ ഉറക്കമൊക്കെ എണീറ്റു. ഹലോ ഗൈസ്. പറ്റിയില്ല. ജാടയാട്ടോ, ഭയങ്കര ജാടയാട്ടോ. ജാടക്കാരനാ. നീ എത്ര ജാട ഇട്ടാലും അച്ഛൻ്റെ ഒറ്റ ഡയലോഗ് നീ ചിരിക്കും. കാണണോ? ഇങ്ങനെ ഞാൻ ചിരിക്കും. അപ്പൊ നമ്മള് ഭൂരി ആൻഡ് നമ്മുടെ മസാല ദോശയൊക്കെ കഴിഞ്ഞു, ദഹിച്ചു. ഇനി അടുത്ത ഐറ്റം നമ്മൾ പുറത്തു പോയി കഴിക്കുക. പുറത്തു പോയി ഹണ്ട് ചെയ്ത് കഴിക്കുക. ഓരോ കടകളിൽ കയറി കഴിക്കുക. അത് കിട്ടുന്ന കടയിൽ ചോദിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നീ തിന്നുന്നത് ഞാൻ വായി നോക്കി ഇരിക്കേണ്ടി വരും. ആണോ? ഓക്കെ, കഴിച്ചോളൂ. അപ്പൊ നേരെ അമ്മയുടെ കയ്യിലോട്ട് അമ്പൂനെ കൊടുക്കുക. നമ്മളത് അവനെ കൊണ്ട് പോകുന്നില്ല, നമ്മൾ ഇറങ്ങാൻ പോവാട്ടോ. അപ്പം പീവച്ചന്റെ മനസ്സിൽ കുറെ ഫുഡൊക്കെ ഉണ്ട്. നമുക്ക് ഹോട്ടലിൽ പോയി അത് നോക്കാം എന്തൊക്കെ കാണുമെന്ന്. ഓക്കെ, എന്റെ മനസ്സിൽ ഒറ്റ ഫുഡ് ആണോ? കിട്ടിയാ കിട്ടി, പോയാ പോയി. മന്തി പറ്റൂലല്ലോ. മന്തി പറ്റത്തില്ല. ശരിയായിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, നിന്നെ ഞാൻ മൂടിപ്പിക്കും. അപ്പൊ കഴിച്ച് ഇറങ്ങാം. 24 മണിക്കൂർ നിന്ന് അക്ഷരം വെച്ചേ കഴിക്കാൻ പറ്റൂ. ടാസ്ക് ഗൈസ്. ട്രൈ ചെയ്ത് നോക്കാം എല്ലാം കിട്ടുമെന്ന്. മൊത്തത്തിൽ ഇരുണ്ടിരിക്കുകയാണല്ലോ എക്സ്പോഷർ റൂട്ട്. അപ്പൊ ഇരുട്ടായി. അപ്പൊ നമ്മളിത് ലൈറ്റ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ സെറ്റ്. ഹോട്ടലിലോട്ട് പോവാം. ഈ ഫുഡ് ഒന്നും ശരിയാവുന്നില്ല കേട്ടോ, പീ വെച്ചിട്ട്. അതാ ഞാൻ ഒന്നും പറയുന്നില്ല. എന്ത് നല്ല പേരുകളുണ്ടായിരുന്നു. ഇത് 100 പേരെടുത്താ ഒരു 90 പേർക്ക് കാണും പ്രവീൺ എന്ന പേര്. പ്രവീൺ കുറവാ, റയറാ. അത്ര ഒരുപാടൊന്നുമില്ല. ഇപ്പൊ ആരും എടുത്തില്ല, കൊറേ ഉള്ളത് കൊണ്ട്. ഒട്ടും റയർ അല്ലാത്തൊരു പേരുണ്ട്, അശ്വതി അച്ചു. അഖില്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. കണ്ട കാഴ്ച അഖിൽമാരെ കുറ്റം പറയുന്നത്. നിങ്ങള് പേര് കൊള്ളതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പേര് ഒരുപാട് ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എടേ, ഇയാൾക്ക് എംവച്ച് വല്ല തട്ടുകടയിൽ പോയാൽ പോരായിരുന്നു. ഇത് ഇയാള് 4 സ്റ്റാറിലെ വരത്തോളാം. ഞാൻ നിന്നെ മുടിപ്പിക്കാനല്ലേ പറഞ്ഞേ. എംവച്ച് എന്താന്നൊരു ഐഡിയ ഇല്ലല്ലോ. ഇല്ല, വല്ലതും ഉണ്ടോ മനസ്സി? എടേ, ഞാൻ ഹോട്ടലിൽ കയറിയിട്ട് അപ്പൊ അവിടുത്തെ മെനുവിൽ എന്തോ ഉള്ളത് അതങ്ങ് എടുക്കുക. ഞാൻ അപ്രൂവൽ തരണം. അപ്രൂവൽ എന്തിനാ? പിന്നെ പീവച്ച് കറക്റ്റ് അല്ലെങ്കിലോ? ഡിഫൻഡർ കിടക്കുന്നു. ഡിഫൻഡർ അകത്തൊരു ചെറിയ മിനി ഡിഫൻഡർ കണ്ടോ? അത് കാണാൻ വയ്യ. അല്ല, അതിനകത്ത് ഈ ക്യാമറ കാണാൻ വയ്യ. കേക്ക് എല്ലാം പീ വെച്ചിട്ടൊന്നും ഒരു കേക്കും ഇല്ല.
അത് നിനക്കറിയോ പാസ്ത കേക്കാണ് എൻ്റെ പേരെന്ന്? ഇല്ല. പറഞ്ഞിട്ട് കേക്ക് കടയിലായിരുന്നാ? ഇവിടെ ചോദിക്കുക. പാസ്ത ഐസ്ക്രീം കിട്ടുമല്ലോ. അമ്പുനെ മിസ് ചെയ്യുന്നില്ലേ? അയ്യോ ഞാൻ അങ്ങോട്ട് നോക്കിയതേ ഇല്ല. ഞാൻ നോക്കി. എവിടെ വല്ല തട്ടുകടയിലും കൊണ്ടുപോയതായിരുന്നു. അവള് എമ്പച്ച് അവൾ ഇവിടെ കേറത്തോളൂ. എന്താണ് താങ്കൾ പറയാൻ പോകുന്നത്? എമ്പച്ച് ഇപ്പൊ പറയത്തില്ല, ആള് വരട്ടെ. എന്തോ ഒരു പട്ടി ഷോ കൈസ് അവള്. എനിക്ക് മെനു വേണ്ട. മട്ടൻ ബിരിയാണി ഉണ്ടോ? ഉണ്ടോ? എനിക്കൊരു മട്ടൻ ബിരിയാണി. ചേട്ടാ എനിക്ക് ഞാൻ നോക്കിയിട്ട് പറയാം. ഒന്നും ഫിക്സ് ആയില്ല. എനിക്ക് മെനു വേണ്ട. എടേ മട്ടൻ ബിരിയാണി ആവുന്നതിലെ യു ഡെലീഷ്യസ് ഡാ. മന്തി പോയെങ്കിൽ എന്ത് ഗൈസ് അവള് മട്ടണി പിടിച്ചു. മന്തി എപ്പോഴും തിന്നുന്നില്ല, മട്ടൻ ബിരിയാണി ഇതിന്റെ കുറേ നാളെ. പീ വെച്ച് എന്തോ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. കിട്ടും. പൂരി ബജി. എനിക്ക് രാവിലെ പൂരി പൂരി വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? ഇതെടുത്ത് നോക്കി, ലഞ്ച് എടുത്ത് നോക്കി. സീ ആണെങ്കിൽ ചിക്കന്റെ കുറെ ഐറ്റം ഉണ്ടാകും. വല്ല ചാക്കോന്ന് ചാണ്ടിന്ന് ചാക്കോന്ന് വല്ലോ മതിയായിരുന്നു പേര്. എടി പീ വെച്ച് ഇത് എന്തൊരു ഹോട്ടല്? പീ വെച്ച് ഫുഡില്ലാത്ത ഹോട്ടലോ? നമുക്ക് മട്ടനും വേണ്ടപ്പാ. എനിക്ക് വേണം, വേണ്ട. ഇല്ലെങ്കിൽ ഞാൻ മട്ടന്റെ ഒരു പീസ് തരാം. ഗൈസ് ഈ ഹോട്ടലിൽ പീ വെച്ച് ഒരു ഫുഡും ഇല്ല. അയ്യോ ഉണ്ടായിരുന്നു പുട്ട്. പുട്ടെനിക്ക് വേണ്ട. ഉച്ചക്ക് പുട്ട് തിന്നണ്ട, അല്ലെങ്കിൽ തോറ്റു. ഞാൻ ഇപ്പൊ വേറെ ഹോട്ടലിൽ ഇനി പീ വെച്ച് ഒരുപാട് ഫുഡ് ഉണ്ട്. ആക്ച്വലി പനീറിന്റെ ഒക്കെ ഫുഡ് ഉണ്ട്, പക്ഷെ എനിക്ക് പനീർ ഇഷ്ടമല്ല. കിട്ടും. പ്രൗൺസ് അല്ല പ്രോൺസ്. പ്രോൺസിന്റെ കിട്ടും. സോറി. പ്രോൺസ് ബിരിയാണിയൊക്കെ ഉണ്ട്. ഇവിടെ പ്രോൺസ് ബിരിയാണി ഇല്ല. ഞാൻ പറഞ്ഞു പോയി. അപ്പൊ ഞാൻ തിന്നുമ്പോ വായി നോക്കി ഇരിക്കണം. വായി നോക്കിയിരിക്കാം. ഒരു തുള്ളി പോലും ഞാൻ തരൂല. അല്ലേലും നീ എനിക്ക് തരുമോ? ഞാൻ ഒരു തുള്ളി ഞാൻ തരത്തില്ല. മട്ടണി തൊട്ടാ കഴിഞ്ഞാൽ പറ്റും. നമുക്ക് മട്ടൻ ബിരിയാണി വേണ്ട കൈസ്, നമ്മള് വേറെ ഐറ്റം പറയും. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വരും ദൈവമായിട്ട് എന്റെ കൈക്കൂട്ടത്തിൽ. സമയം കൂടെ നോക്കണം. ലഞ്ചാണ് കഴിക്കേണ്ടത്. മൃദുലയ്ക്ക് ലഞ്ച് മട്ടൻ ബിരിയാണി കംപ്ലീറ്റ്. പോഹ ലഞ്ചിന് കഴിക്കും ആൾക്കാര്. ഹിന്ദിക്കാര് കഴിക്കും അല്ലേ? ആ മൂടുള്ളപ്പം കഴിക്കാം, അങ്ങനെയൊന്നുമില്ല. പോഹ ഉണ്ടോ നോക്കി. ഡയറ്റ് കൂടാ. അത് കൊള്ളാം. പോഹ ഉണ്ടോ ഇപ്പൊ തരും, പുകച്ചോണ്ട് തരും. ചേട്ടാ പോഹ ഉണ്ടോ? ആ കിച്ചന്റെ സൈഡിലോട്ട് പോയാൽ മതി, നല്ല പുകയാണ്. ഒന്നും പറയുന്നില്ല, ആള് വരുന്നു. നല്ല കുപ്പിയില്ല, ചുമല. പോഹ ഇല്ല. പോഹ പ്രോൺസ് ബിരിയാണി ഇല്ല. പീ വെച്ച് കൊടുക്കുന്ന വേറെ എന്തെങ്കിലും ഫുഡുണ്ടോ? ഇല്ല. പീ ബീഫ് പൊതിച്ചോറില്ല. മീൻ പൊള്ളിച്ചതുണ്ടോ? അത് മീൻ അവിടെ ഫിഷ്. അല്ല കുഴപ്പമില്ല. നല്ല മണം ഗൈസ് ബിരിയാണി. മണം മാത്രമല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കണ്ടിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. മട്ടനല്ലേ തിന്നാം. നമ്മളില്ലേ ചലഞ്ച് ആയതുകൊണ്ടാ മമ്മൂക്ക പറയുന്നതാണ്. നമ്മളില്ലേ ദൈവമേ മട്ടൻ ബിരിയാണി തരത്തില്ല. ആൾക്കാർ വിചാരിക്കും അവർക്കറിയത്തില്ലല്ലോ ചലഞ്ചാണ്. ഇത് ഈ പെണ്ണെന്ത് ദുഷ്ടത്തിന്ന് വിചാരിക്കുമായിരിക്കും. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ സാധനം? ക്വാണ്ടിറ്റിയുടെ മാത്രമല്ല നല്ല മണം കേട്ടോ. മണം ഉണ്ടല്ലേ? M4 മട്ടൻ ബിരിയാണി. ഇത് കഴിക്കുന്നതോടുകൂടി എൻ്റെ ലഞ്ച് കംപ്ലീറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഫ്ലേവറൊക്കെ ചൂടുണ്ടോ? ഞാൻ കൊതി വിട്ടുണ്ടല്ലോ. നീ നാളെ ഉണ്ടല്ലോ, ഇറങ്ങൂല. ഞാനങ്ങ് സഹിച്ചു. 5 സ്റ്റാർ മട്ടൻ ബിരിയാണി. 5 സ്റ്റാർ മട്ടൻ. 5 സ്റ്റാർ ഒന്നുമല്ല, 4 സ്റ്റാർ. ഇടയ്ക്കേ ഈ അച്ചാറൊന്നും തൊട്ട് കൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മട്ടക്കി വേണോ? ഇല്ല അങ്ങനൊക്കെ പറ. ജ്യൂസി ടെൻഡർ കോക്കനട്ട് കൊള്ളാല്ലേ? നമ്മുടെ അച്ചാറൊന്നും എടുത്തില്ല. അച്ചാറ്, റൈത്ത, P4 പപ്പടം. P4 പപ്പടം. പുല്ലേ എനിക്ക് വേണ്ട. ടൈമെടുക്കും. ഏട്ടൻ്റെ കണ്ണ് കിട്ടിയതായിരിക്കും കേട്ടോ. മട്ടൻ ഇച്ചിരി മുറ്റാ. സീരിയസ് ആയിട്ട് ഇച്ചിരി ലേശം. വായിലിട്ട് അലിഞ്ഞു പോകത്തൊന്നുമില്ല. കഴിക്കാറുണ്ട്. ശരി, കഴിക്കാറുണ്ട്.
ഗൈസ് ഇവിടെ പ്രോൺസ് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ, അത് എന്തായാലും കഴിക്കാനാ കാര്യമായി. ഇവിടെ ഒരു മട്ടൻ ബിരിയാണി കഴിഞ്ഞിട്ട് 504 രൂപയായി. ഞാൻ കഴിച്ചോണ്ട് ഞാൻ തന്നെ കൊടുത്തു. എനിക്ക് പ്രോൺസ് ബിരിയാണി വേണ്ട, അതുപോലെ ബിരിയാണി നിന്നെ എനിക്കൊരു മൂടില്ല. എവള് ബിരിയാണി പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പറയാം. 504 രൂപയുടെ ബിരിയാണി കഴിച്ചിട്ട് വരുവാണ്, അതിന് ജാടയൊന്നും നോക്കില്ല. മൊത്തം തിന്നില്ല. ആ പാഴ്സൽ എടുത്ത് ബാക്കി. പക്ഷെ ബിരിയാണി നല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ 504 രൂപയ്ക്ക് ബിരിയാണി ഇല്ല, ഭയങ്കര നഷ്ടമായി. പക്ഷെ വേറെണ്ടായിരുന്നു, തിന്ന ബിരിയാണി എങ്ങോട്ടോ പോയി വില കണ്ടപ്പോ. 504 രൂപ പറ. 504 രൂപയ്ക്ക് ഇച്ചിരി കൂടുതൽ ഓവർ പ്രൈസ്ഡാ. ഇത് 5 സ്റ്റാർ ഒന്നും അല്ല, 3 സ്റ്റാർ ആണോ എനിക്ക് അറിയാൻ പോയി. 3 സ്റ്റാർ ആണോ 4 സ്റ്റാർ അറിയാൻ പോയി. എന്തായാലും 504 രൂപയ്ക്കില്ല. ഞാനോ നമുക്ക് നേരെ KFC-യിലോട്ട് പോവാം ഗൈസ്. അവിടെ നല്ല അടിപൊളി പെരി പെരി ചിക്കൻ കിട്ടും. നമുക്ക് പെരി പെരി ചിക്കൻ തിന്നുമ്പോ നീ നോക്കിക്കൊണ്ടിരിക്കും, വായി നോക്കിക്കൊണ്ടിരിക്കും. യു ക്യാരി ഓൺ മേഡം. ആ പറ്റത്തില്ല, ഞാൻ തിന്നുമ്പോ വായി നോക്കിയിരിക്കണം. ഞാനിപ്പോ നിന്ന പോലെ എനിക്ക് റിവെഞ്ച് എടുക്കാനുള്ളതാ. എനിക്ക് പെരി പെരി ചിക്കൻ മതി ഗൈസ്. ലെറ്റ്സ് ഗോ. ഇവിടെ പിസ്സ ഹട്ടും ഉണ്ട്, KFC ഉണ്ട്. നമുക്ക് രണ്ടും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് പീ വെച്ചിട്ട് നീ അങ്ങനെ അധിക്ഷേപിക്കൊന്നും വേണ്ട. അല്ല എനിക്ക് പിസ്സ വേണ്ട. എനിക്ക് പിസ്സ വേണ്ട. നമുക്ക് വേറെ പെരി പെരി ചിക്കൻ കിട്ടും. പെരി പെരി. ഓ എന്താ മെനു തന്നെ കണ്ടില്ലേ, അടിപൊളി. വേണ്ട വേണ്ട, നീ വരണം, നീ വന്ന് കൊതി വിടണം. ബാ ബാ ബാ. അമ്പുമില്ല, ഒറ്റക്കേ ഉള്ളൂ. ഹായ് ഗൈസ്. സുഖം സുഖം സുഖം. ഇവിടെ പീ വെച്ച് എന്തൊക്കെ ഉണ്ട്? പീ വെച്ച് എന്തൊക്കെ ഉണ്ട് ഫുഡ്? ആ ചലച്ച ചലച്ച കണ്ടോ, ആളുണ്ട് കണ്ടോ. ആ ചലോ, അത് സീ വരും. ഫസ്റ്റ് ചിക്കൻ പോപ്കോൺ ആവും. പെരി 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 സ്ട്രിപ്സ് ഉണ്ട്. അയ്യോ അതും ചിക്കൻ പെരി പെരി സ്ട്രിപ്സ് അല്ലേ. പെരി പെരി തുടക്കം വരുന്നുണ്ടോ? നമുക്ക് ഇതെടുക്കാം കേട്ടോ, പെരി പെരി ലെഗ് പീസ്. ഗൈസ് നമ്മളതെ ഇത് സെലക്ട് ചെയ്ത കേട്ടോ, 5 പെരി പെരി ലെഗ് പീസ്. ഫൈനലി ഹായ്. ക്യാഷ് അപ്പ് ചെയ്യൂ. ഒരു പീസ് ഞാൻ തരത്തില്ല, ഒന്നും തരത്തില്ല. ആ അമ്മാവന്റെ പേര് അറിയോ? ആ KFC-ക്ക് നാളെ പേര് പറ അമ്മാവന്റെ. കേണൽ. ഓ ജോലി ഫിക്സഡ്. ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ജോലി പോയന്. പ്രായമായി. അതെന്റെ സീറ്റ് അപ്പുറത്തെടുക്കും. എനിക്ക് അപ്പൂപ്പനെ എടുത്തിരിക്കണം. വേറെ എന്തെങ്കിലും വേണോ? ഇവിടെ വെള്ളമൊന്നും കിട്ടത്തില്ല, പെപ്സി കിട്ടും. കുടിച്ചൂടല്ലോ. സോറി കേട്ടോ, പറ്റത്തില്ല. മാംഗോയുടെ തേങ്ങയൊന്നുമില്ല, കുടിക്കും. ഞാൻ തിന്നുന്നത് കൊതിയും വിട്ടിരുന്നു. മട്ടൻ ബിരിയാണി ഞാൻ മറക്കൂല കേട്ടോ. അവിടെ ഒരു വഴിപോക്കനെ പോലെ ഇങ്ങനെ ഇരുന്ന് ഞാൻ പീ വെച്ചോളാം. വേറെ എന്തെങ്കിലും ഇല്ല. വഴിപോക്കുന്നില്ല, വായി നോക്കി. ആ വായി നോക്കിയ പോലെ. ആ എന്നെ വിളിക്കുന്നു. അയ്യോ ആ വേണം സാർ. ചിക്കൻ പക്ഷെ പെരി പെരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിൽ നല്ല സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കാണും. അകത്ത് മസാല. ഇനിയാണ് എന്റെ ഷോ. നല്ല ടേസ്റ്റാ, ക്രിസ്പിയാ, അകത്ത് സോഫ്റ്റും. ഈ ചലഞ്ച് എത്ര മണിയാകുമ്പോൾ കഴിയും? 24 hours. നല്ല വെക്കാം. ഞാൻ ഉപ്പൊക്കെ ഉണ്ട്, സ്പൈസി. പെരി പെരിൻ്റെ അകത്താട്ടോ എരി, മുകളിൽ എരിയില്ല. വളരെ ബുദ്ധിമുട്ടി കാണുമല്ലോ ഇത് ആലോചിച്ചെടുക്കാൻ. ഓ ഒരുപാട് ടൈം എടുത്തില്ല. ചിക്കൻ കുടിയനായതുകൊണ്ടല്ലേ. ജ്യൂസി. അയ്യോ ഇനി ഉണ്ട്.
വേണോട്ടെ ഞാൻ തീർത്തോളാം. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. സോസ് ഒന്നും വേണ്ടായിരുന്നു. ഓ വേണ്ട, ഇങ്ങനെ വലിയ ആഡംബരം പെപ്സി വേണ്ട. ഭയങ്കര ചൂട് കേട്ടോ. അത് ഇച്ചിരി ആറാൻ ടൈം കൂട്. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? ചൂട് കാരണം അങ്ങോട്ട് പറ്റില്ല. കുഴപ്പമില്ല, ആസ്വദിച്ച് കഴിക്കണം. ഞാൻ ഒരു ചലഞ്ച് എടുത്തേ. ഇച്ചിരി ചൂടാറി കഴിഞ്ഞ് ഒരൊറ്റ കടിയിൽ ചിക്കൻ ഫുള്ള് വായിലാക്കാൻ പറ്റും. ഈ സീനൊക്കെ ഞാൻ പണ്ട വിട്ടതാ. അപ്പൂപ്പ നമ്മളോട് ഈ ഭൂമി പിളർന്ന് രണ്ടായിട്ട് ഞാൻ അതിൻ്റെ അകത്തങ്ങ് പോയിരുന്നു. എന്തോ ഒരു വിഷമം ഉള്ളിൽ. നീ എന്റെ മന്തി ക്യാൻസൽ ചെയ്ത് നീ മട്ടൻ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് മട്ടൻ ബിരിയാണികളോടാക്കി കൊള്ളാത്ത കടയിൽ കൊണ്ടുപോയി നീ വാങ്ങിച്ചത്. എന്നിട്ട് നീ മനഃപൂർവ്വം എൻ്റെ മുന്നിൽ KFC തിന്നു. പെട്ടെന്ന് നിന്നെ വീട്ടിൽ പോ. എനിക്ക് അമ്മൂട്ടനെ മിസ് ചെയ്യുന്നു. ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. വയറ് വീർത്ത് തോന്നി പാഴ്സല് ടൈം എടുത്ത് തിന്നാൽ മതി. ഓക്കെ ബൈ. ഹലോ ഇവിടെ പടം തിന്നുമായിരുന്നു. പടം തിന്നുമായിരുന്നു. നീ കൂടണോ നമ്മളെ കൂടെ ചലഞ്ചിന്? ഒരു കമ്പനിക്ക് തീർന്നല്ലോ. ഇനിയിപ്പോ ഡിന്നർ മാത്രമല്ലേ ഉള്ളൂ. ഇനി ഡിന്നർ മാത്രമേ ഉള്ളൂ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളെ ലഞ്ചും കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇതെന്തോ മാനത്തോക്ക് എന്തോ കാണിക്കുന്നേ? സന്തോഷം. നമ്മള് വന്നതിന്റെ സന്തോഷം. കടയൊന്നുമില്ലല്ലോ, പുറത്തിറങ്ങാൻ പറ്റൂല ഇവ ഇല്ലാതെ. എല്ലാരും തിരക്കും. അമ്പൂട്ടല്ലെന്ന് പറഞ്ഞല്ലേ? നമ്മളെ വേണ്ട. അമ്പൂട്ട ഇല്ലെങ്കിൽ ശരി. ഓക്കെ ബൈ. ഇത് എന്തോ അടി 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 അമ്മച്ചിക്ക് അടി. ഭയങ്കര സ്നേഹം. ഞാൻ അച്ചാക്കി തരാം. ഒന്ന് ഇറക്കട്ടെ അച്ഛാ. ഒരു പട്ടിയുടെ സഹായം. കാന്താര എഫക്റ്റ്. ഹേ ഗായ്സ്, അങ്ങനെ നമ്മളെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു സുഹൃത്തുക്കളെ. ഈ സാധനത്തിനെ പണിയെടുക്കാൻ ഈ കുരുപ്പ് സമ്മതിക്കത്തില്ല. അവിടെ ഇരിക്കുവാണെങ്കിൽ ഇത് നോടാക്കുന്ന സൗണ്ട് ആവാം. തറയൊക്കെയാണോ അവനെ പണിയെടുക്കാൻ സമ്മതിക്കില്ല. അതെങ്കിലും പണിയെടുക്കട്ടോ. അതിന്റെ അമ്മയെ പണിയെടുക്കുന്നില്ല. അല്ല അങ്ങനല്ല പറഞ്ഞ. യു മൈ സ്വീറ്റ് ബ്യൂട്ടി. യു ദോ പോന്ന ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. റോബോട്ട് മുന്നിൽ നിന്നെ എടുത്തോണ്ട് പോകും. എന്നെ ഭയങ്കര പേടിയാ, പണ്ടേ പേടിയാ. ഇല്ലേ കിടന്ന മുഖത്തേ കയറിയിരിക്കും. മുഖത്ത് സ്നഗിയും കൊണ്ട് അമ്പു എന്തുവാടാ കാണിക്കുന്നത്? പണിയെടുക്കട്ടാ. ബൈ ദ ബൈ, നമ്മുടെ രാത്രി ഇനി ഫുഡ് ഉണ്ടാക്കണ്ടേ? എന്തുവാണ് പരിപാടി? ഓർഡർ ചെയ്യുന്നില്ല, ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ തന്നെ കാണാം. ഞാൻ എന്തായാലും പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറാം. നമുക്ക് ഡാൻസ് കളിക്കാമല്ലോ. ഡാൻസ് കളിക്കാം. ഇന്ന് ഞാൻ 2-3 ഡാൻസ് പഠിച്ചു. ഫുഡ് അടിച്ചാൽ മാത്രം പോരല്ലോ, അതനുസരിച്ച് നമ്മൾ ഡാൻസ് കളിച്ച് ആ കലോറികൾ ബേൺ ചെയ്യണ്ടേ. ഞാൻ ആദ്യം വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് കളിക്കാന്നാ. പിന്നെ മൃദുലെ അങ്ങോട്ട് വിളിച്ച് മൃദുലെ പൊളപ്പിച്ചങ്ങ് കൈ തന്ന് കിട്ടിലായിട്ട് കളിച്ച്. അപ്പൊ പിന്നെ നല്ല കളിച്ച്. അത് സിമ്പിളാ. പാല് ഊരി കാല് ചൊറിയുന്നു. സിമ്പിൾ സ്റ്റെപ്പ് ആവണ്ട. ആദ്യം നമ്മളെ കാലിൽ ഉറുമ്പ് കയറുന്നു, കാല് ചൊറിയുന്നു. ഒരുപാട് അങ്ങോട്ട് പൊക്കണ്ട. അത് കഴിഞ്ഞ് പിന്നെ ഇത് ട്യൂട്ടോറിയലാണ് ഗൈസ്, ഡാൻസ് ട്യൂട്ടോറിയൽ. നമ്മൾ ഒരു കൈ വലത്തോട്ട് ഒരു കൈ കൊടുത്തോളൂ. എന്നുവെച്ചാ അടിക്കത്തില്ലെന്നുള്ള ഒരു വ്യത്യാസം. അയലോക്കത്തോടെ വഴക്കെടുപ്പ് ഈ സാധനം ഉണ്ടല്ലോ, അത് ഈ സാധനം ഇങ്ങനെ ആക്കിയാൽ മതി. ഈസി. അപ്പൊ അത് താഴെ താഴെ കാലും കൂടി അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ. അപ്പം ഒന്നുകൂടെ ഈ സാധനം ഇങ്ങനെ. 2 സ്റ്റെപ്പ് ക്ലിയർ ആയേ. ഞാൻ അത് കഴിഞ്ഞിട്ട് അതും വഴക്കിന്റെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കും. താഴെ കുറച്ചുകൂടെ താഴെ അടിക്കണോ? എന്തിനാ? അത് കഴിഞ്ഞ് മുട്ടിലടിക്കണം. ഓക്കെ. അപ്പൊ അതിനൂടെ കാലും കൂടി തെറിക്കണം. ആ കാല് അങ്ങനെ വെച്ച് തന്നെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞ് ഇങ്ങനെ. അപ്പം ഏതൊക്കെയായി? 1 2 3 4 5 6. കൈ ഇവിടെ വേണം. സ്റ്റോപ്പ്. 6 7. ഓക്കെ. നിങ്ങൾ നിക്കി, ഞാനൊന്ന് കളിക്കട്ടെ. 2 3 4 5 6 7 8. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല. ഒന്നും മനസ്സിലായില്ലേ? ശരി എന്നാ നീ കാണിച്ചോടി. നീ അമ്പ് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇല്ലടി, അവന് ക്യാമറ വേണം കയ്യിൽ. പോടാ അവിടുന്ന്, തരത്തില്ല. രാത്രി 8 മണി. ഗൈസ്, അപ്പോ ഡിന്നർ ഡേ റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. P4 പരിപ്പോട ഗൈസ്.
അല്ല എനിക്ക് നീ ഉണ്ടാക്കി തരണം. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കിക്കോ. ആ ഓക്കെ ഓക്കെ. അല്ല, സവാള ഞാൻ തന്നെ റെഡിയാക്കി നീ ഉണ്ടാക്കി തരാം. കാരണം ഇവക്ക് ഇതിന്റെ ഡിഷ് അറിയൂ. എനിക്ക് പരിപ്പോടെ ഉണ്ടാക്കാൻ അറിയത്തില്ല. അറിയത്തില്ലല്ലേ. ഇനി എന്താ ചോദിച്ചത്? M4 മഷ്റൂം ഓംലെറ്റ്. മഷ്റൂം ഓംലെറ്റോ? ഞാൻ ചുമ്മാ ഫോണിൽ നോക്കിയപ്പോൾ ഡിന്നറിന് സ്പെഷ്യലായിട്ട് ചുമ്മാ കണ്ടതായി. ഇവിടെ മഷ്റൂം ഉണ്ട്, എന്നാ പിന്നെ മഷ്റൂം ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതിലായിട്ടും കഴിച്ചിട്ടില്ല താങ്കളുടെ മഷ്റൂം ഓംലെറ്റ് ഒന്നും. അത് തരത്തില്ല, എനിക്ക് വേണ്ട കാട്ടാൻ. നാളെ ഉണ്ടാക്കി തരാം. ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ മാത്രമേ തിന്നു. ഓക്കെ, അപ്പൊ എനിക്ക് എന്തായാലും നമ്മുടെ പരിപ്പ് വട അടിപൊളിയായിട്ട് ഉണ്ടാക്കാം ഗൈസ്. അപ്പം തുടങ്ങാം. പൂരി, ഉച്ചക്ക് എന്തോ കഴിച്ച പെരി പെരി ഫ്രൈഡ് ചിക്കൻ ആൻഡ് പരിപ്പ് വട. ആഹാ, എല്ലാം ഒരു പീമായി. ഞാൻ മസാല ദോശ, മട്ടൻ ബിരിയാണി, മഷ്റൂം ഓംലെറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റോക്ക് ആയിരുന്നില്ലേ സാധനം. എനിക്ക് ഈ കൂണാണ് ഗൈസ് ഇഷ്ടം. ഇതാണ് നല്ല ടേസ്റ്റ്. മറ്റേത് നീളത്തിരിക്കുന്ന അഴുക്കുണ്ട് കേട്ടോ, നല്ല അഴുക്കുണ്ട്. പരിപ്പോടക്ക് ആൾറെഡി കുക്ക് ചെയ്ത പരിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അയ്യോ സോറി, കടല പരിപ്പ് വെച്ചല്ലേ പരിപ്പോടെ ഉണ്ടാക്കുന്ന മോണ്ണെ. അതെ ആണ്, കാരണം പരിപ്പിന്റെ പരിപ്പോടെ ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു. പരിപ്പിന്റെ പരിപ്പോടെ ഇവിടെ ഇരിക്കുന്നു. അല്ല, വലിയ ഉണ്ട്. എന്ത് വലിയ പരിപ്പ് ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി കടല വെച്ചിട്ടാണ് പരിപ്പോടെ ഉണ്ടാക്കുന്നത്. അടിപൊളി. കടലക്കടയാവൂ, കടലവടയാവൂ, എന്ത് മാങ്ങാണ്ടി ഗൈസ് ഈ പറയണ, എനിക്കറിയത്തില്ല. നീ എന്തെങ്കിലും ഉണ്ടാക്കി എന്തായാലും പരിപ്പോടെ ആയിരിക്കണം ഗൈസ്. കടല വെച്ചിട്ടുള്ള പരിപ്പോട. ഇനി എന്തൊക്കെയാണ് ഇടുന്നത്? സവാള ഇടും, മല്ലിയില ഇടും, വെളുത്തുള്ളി ഇടും, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടും, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അടിക്കില്ല. നമ്മളിങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ ആക്കോ ചെയ്യുന്നത്. സ്മാഷർ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്തോ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും പരിപ്പോടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്തോ ഉണ്ടാക്കി തരുമോ എന്തോ. എനിക്ക് ഈ സംഭവം ഇങ്ങനത്തെ കിടിപൊടി ഐറ്റം ഒന്നും അറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ആഡ് സം പരിപ്പ്. ഇനി പരിപ്പിടാത്ത പരിപ്പോടെ നാളെ പറയണ്ട. നമുക്ക് കുറച്ച് ഇത് ഞാൻ എൻ്റെ കടകളിൽ കാണുന്ന പരിപ്പ് കൂടെ അല്ല, ഇത് എവിടെ ഡിസൈനിലുള്ള ഒരു പരിപ്പ് കൂടെ. എന്ത് റൗണ്ട് ഷേപ്പാണ് വേണ്ടേ? ഇപ്പൊ കറക്റ്റായി. കറക്റ്റല്ലേ? തമ്പത്തിന് തിരുവോണം. 1 2 3 4 5 6 പരിപ്പ്. 6 ഏട്ടൻ തിന്നണം. ഓക്കെ ഓക്കെ. അല്ല, 2 അമ്പുന് 1 അമ്മയ്ക്ക്. ഗൈസ്, ഞാൻ 2 പരിപ്പ് വട എടുത്ത് എയർ ഫ്രയറിനകത്തോട്ട് വെച്ചേട്ടാ. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. ഇനി നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഇതേ ഇവിടെ നമ്മള് ഗ്യാസിൽ ഇതേ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. മിച്ചം 4 പരിപ്പോടെ ഇനി ഇവിടെ ഉണ്ട്. എണ്ണയിലിട്ട് പൊരിക്കണോ? വേണ്ട, കാരണം ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. എടുത്തിട്ടോ. അവരുടെ കരിയുന്ന ഇങ്ങനെയും പരിപ്പോടെ ഉണ്ടാക്കാം കേട്ടോ. എന്ത് വേണം എടുക്കല്ലേ? എന്റെ പെണ്ണുമ്പിള്ളക്ക് കുക്കിംഗ് ഒക്കെ അറിയാം കേട്ടോ. ഇത് എന്ത് മാങ്ങ, ഇത് എന്തുവാടി ഈ ചെയ്യുന്നത്? ഞാൻ ഇച്ചിരി പരിപ്പൂടെ എന്ന് പറഞ്ഞ മതി പാഷാണം ഉണ്ടാക്കി തരുന്നു എനിക്ക്. ഞാൻ അറിയാൻ പേരെ അതിന് ചോദിക്കാം. തലച്ചോറ് മാറി ഇവന്റെ തലക്കാത്ത എന്ത് മാങ്ങയാന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ എന്തുവാടി ഉണ്ടാക്കി തരുന്നേ? നോക്ക് ഗൈസ്, ഉണ്ട് ഇത് പരിപ്പൊക്കെ ഇതിനകത്തായിട്ടോ. പരിപ്പൂടം 3G ഞാൻ എയർ ഫ്രയറിൽ വെച്ചു. അയ്യോ ഭാഗ്യത്തിന് ഞാൻ 2 എടുത്ത് എയർ ഫ്രയർ വെച്ചേട്ടോ. അത് എന്തോ പോലുണ്ട്, ബിസ്ക്കറ്റ് കുക്കി പോലെ. പോട്ട് നമുക്ക് കഴിച്ച്. നീയേ മൃദുല, നീ വെള്ളം ഒഴിച്ചേട്ടോ. വെള്ളം ഒഴിച്ച് കുതിർന്നു പോയതാ സാധനം. വെള്ളം ഒഴിച്ച് നീ ഒരു തുള്ളി അത് അടിക്കാൻ വേണ്ടിയല്ലേ ഒഴിച്ചു. വെള്ളം കൂടിപ്പോയി കാണും, അതുകൊണ്ടായിരിക്കും. വേണ്ട, ഇത് ഇപ്പൊ മാങ്ങാത്തൂര് ഇത് ഞാൻ പരിപ്പോടെ കടയിൽ നിന്ന് വല്ലതും വാങ്ങിച്ചില്ല. ഒരു പരിപ്പോടെ ഉണ്ടാക്കിക്കോ. സൊമാറ്റോ കാണും ഇവിടെ പരിപ്പോടെ. രാത്രി അടച്ചു കാണുമായിരിക്കും. പോരാ ഗൈസ്. അപ്പോൾ എൻ്റെ പരിപ്പൂട ഫ്ലോപ്പായ വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇനി അടുത്ത് ഇത് എന്തോ ആവുമെന്ന് എനിക്കറിയത്തില്ല. വിഷമമുണ്ടോ? അതിനെ നിനക്ക് കരയുന്നേ? ഒരു സങ്കടം വരുന്നത് എന്താ? എന്തോ ഞാൻ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതങ്ങോട്ട് മൊരിഞ്ഞു വന്നില്ല. പോട്ടെ, അതങ്ങനെ ചില ദിവസങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതങ്ങനെ ഒന്ന് വിധിച്ചാൽ മതി. അയ്യോ കരയല്ലേ? മിക്സിയിൽ അടിച്ചാൽ അതിനുള്ള കഴിവ് ഉണ്ണിക്കില്ല.
എന്നൊക്കെ വിചാരിച്ചാൽ അതോടെ ഞാൻ വെച്ചിരുന്ന എല്ലാം ഫ്ലോപ്പാണോ? അല്ല ഞാൻ പറഞ്ഞതാ ചിലർക്ക് പരിപ്പ് ഞാനേ ഇങ്ങനെ അടിക്കണ്ടായിരുന്നു, മിക്സിയിൽ അടിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഇങ്ങനെ അടിച്ചപ്പോൾ അരയാഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിനി, അതാണോ എന്റെ സംശയം. ഓക്കെ, പരിപ്പ് ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും എവിടെ ചെയ്ത മിസ്റ്റേക്ക് ഒന്നും താഴെ കമന്റ് ബിലോ. അതിന് ആദ്യം അത് വർക്ക് വേണം, ഇത് ഇച്ചിരി ഒന്ന് വേവിക്കുക വെള്ളത്തിൽ. നമ്മൾ ഈ പാനിൽ തന്നെ ഒരു ഇച്ചിരി ഒന്ന് വെന്താൽ മതി. ഇത് പക്ഷെ നല്ല അടിപൊളിയാ. ഒന്നി പിഴച്ച മൂന്നാമത്തതാ, ഇത് രണ്ടാമത്തത് തന്നെ പൊളിക്കും. പക്ഷെ ഇത് അടിപൊളിയായിരിക്കും. ഇതല്ല അതിലും പറഞ്ഞ അല്ല, പൊളിക്കണം, നമുക്ക് പൊളിക്കണം. മൃദുലേ എന്തേ മുട്ട ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇടാം. ഇത്രയും പോരെ? മതി. ഒറ്റ ഫ്ലിപ്പ്. ഇതൊക്കെ ഒരു പ്രോ വേണം. പ്രോ ഇതുണ്ടെങ്കിലേ പറ്റുപിടി. എങ്ങനെ ഇരിക്കണം? ഇപ്പൊ പാരത്തിനവരായേ. ഡെലീഷ്യസ്. ഹലോ, പരിപ്പോടെ സെറ്റ് ആയോ? പരിപ്പോടെ സെറ്റായി. കഴിച്ചു നോക്കിട്ട് ഞാൻ പറയാം. P4 പരിപ്പോട. M4 മഷ്റൂം ഓംലെറ്റ് തൊലച്ച് തന്നേക്കുന്നുണ്ട്. ഞാൻ നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ ആകണമെന്ന് വെച്ചാൽ. എടേ, അത് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ. ഓക്കെ ആണല്ലോ സാധനം. ഒരെണ്ണം അങ്ങനെ വന്നിട്ടുണ്ട്. എന്തുവാ പിടിച്ച് വലിക്കുന്ന തിന്നോട്ടൊന്ന്? സത്യസന്ധമായിട്ട് പറ, ഒട്ടും കൊള്ളതില്ലേ? ടേസ്റ്റ് ഉണ്ട്, ലുക്കില്ല. ഇത് ലുക്കും ഇല്ല, ആ ടെക്സ്ചറും ഇല്ല, ക്രിസ്മസ് ഇല്ലെന്നേ ഉള്ളൂ. സാധനം കൊള്ളാം. ഞാൻ ഒരെണ്ണം എടുക്കും വലിയ കരുതി. ടേസ്റ്റ് ഇല്ലാതൊന്നും ഇല്ല, നമുക്ക് കഴിക്കാം. വെള്ളം ഒഴിക്കരുതായിരുന്നു. അപ്പം നമ്മൾ 24 hours പരിപ്പുവട ബാക്കി എല്ലാം പീ വെച്ച് നമ്മൾ ഫുൾ ഡേ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഞാൻ ഫ്രൈഡ് ചിക്കൻ സൂപ്പർ ആയിരുന്നു. അത് മതി നമുക്ക്. ഈ റിഗ്രറ്റിനെല്ലാം അവിടെ തീരും. സോ അത്രല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അമ്പോട്ടൻ ഇത് മെല്ലെ കൊടുത്തുകൊണ്ട് നമ്മൾ നല്ല കാര്യമൊക്കെ പറഞ്ഞിട്ട് ചിരിക്കും. ചില കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വൈബായിട്ടിരുന്ന് കഴിച്ച് തീർക്കും. അത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ചിരിക്കാതിരിക്കുന്ന ഹോപ്പി പറയുമ്പോൾ ചിരിക്കും നോക്കണം. അപ്പോൾ ഹോപ്പി ആസുകൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി റെഡി കാണുന്നവരെ ബൈ.